ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏഴര ശനീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏഴര ശനീനെ കുറിച്ചിട്ട് എന്താ ട്വിൻ ഫ്ലെയിം ജേണിയിൽ പറയണതെന്ന് വിചാരിക്കാം. എനിക്ക് ഏഴര ശനി തുടങ്ങിയ സമയത്താണ് എൻ്റെ ട്വിൻ ഫ്ലെയിം എൻ്റെ ലൈഫിലേക്ക് വന്നത്. ഇത് ഞാൻ എങ്ങനെയാണ് റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ, ഏഴര ശനി തുടങ്ങിയപ്പോൾ പോലും എനിക്ക് ഏഴര ശനി എന്താണെന്നോ അതുകൊണ്ട് എത്രത്തോളം പ്രശ്നങ്ങൾ ലൈഫിലുണ്ടാവും, അതിനെ എങ്ങനെ മറികടക്കണമെന്നോ ഒരു തരത്തിലുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പണ്ട് അമ്മൂമ്മയും അച്ഛമ്മയും ഒക്കെ പറയണ കേട്ടിട്ടുണ്ട്, ഏഴര ശനി 7.5 വർഷം ഉണ്ടാവും, ഓരോ 2 വർഷവും ഓരോ രീതിയിലാണ് ശനി നമ്മളെന്നെ പരീക്ഷിക്കുക. അങ്ങനെ ശനി ഭയങ്കര ശക്തനാണ്, ക്ഷമ പഠിപ്പിക്കും. അപ്പോൾ ശനീശ്വരനുള്ള വഴിപാടുകൾ കഴിക്കണം, നീരാഞ്ജനം കഴിക്കണം, നമ്മൾ എള്ളുതിരി കത്തിക്കുക, ശനിയാഴ്ച തോറും അമ്പലത്തിൽ പോവുക, അയ്യപ്പനെ പ്രാർത്ഥിക്കുക, ശിവഭഗവാന്റെ ഓം നമഃ ശിവായ ചെല്ലുക. ഇതൊക്കെ അച്ഛമ്മയും അമ്മൂമ്മയും അമ്മയൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ വളരെയധികം അമ്പരപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്താണ് എൻ്റെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നത്. ആ വരുന്ന സമയത്ത് എനിക്കിത് ട്വിൻ ഫ്ലെയിം ആണോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഏഴര ശനി തുടങ്ങിയ സമയത്ത് ലൈഫിലേക്ക് വന്നെങ്കിലും 1 ഇയറിന് ശേഷമാണ് ഞാനൊരു കോണ്ടാക്റ്റിൽ വരുന്നതും അതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ളത് ഞാൻ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് പാസ് ചെയ്തതിന് ശേഷം, ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തമ്മിൽ വളരെ അധികം കണക്റ്റഡ് ആണ്. അതായത് നമുക്കപ്പോൾ ശനീശ്വരനെ കുറിച്ച് പറയേണ്ടി വരും അല്ലേ. ശനീശ്വരൻ വരിക എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം ഡിസിപ്ലിൻ ആക്കാനായിട്ട് പഠിപ്പിക്കും, നമ്മളിൽ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടാക്കും, നമ്മൾ ഒരുപാട് കാർമികമായിട്ടുള്ള ലെസൺസ് പഠിപ്പിക്കും. ഈ ഏഴര ശനിയുടെ സമയത്ത് അതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഈ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭയങ്കര സ്ലോ ആയിരിക്കും ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര പുഷ് ചെയ്താൽ പോലും ഒരു ദിവസം പോലും നമുക്ക് തള്ളി നീക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് പാടായിരിക്കും. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലൊന്നും നടക്കില്ല. ഇവിടെ പേഷ്യൻസാണ് വേണ്ടത്. എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഇന്ന് ഈ നിമിഷം ഇപ്പോൾ പറയുകയാണ്, എനിക്ക് അത്രയ്ക്കധികം പേഷ്യൻസ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പേഷ്യൻസ് എന്താണെന്ന് ശനീശ്വരൻ എന്നെ DMലൂടെ പഠിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ സമയത്ത് DMനെ താങ്ക്സ് പറയാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഓവർ തിങ്കിങ് പാറ്റേൺ ഉണ്ടായിരുന്നു എനിക്ക്. ഒരു ലോൺലിനെസ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുക. ഈ സമയത്ത് ഓവർ തിങ്കിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്തിട്ട് നമുക്ക് ഹെഡ് ഏക്ക് വരിക. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തിയിട്ട്, അപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു ഫീലിങ്സ്, ഈവൻ നമ്മുടെ ട്വിൻ ഫ്ലെയിം വരെയായിട്ട് സെപ്പറേഷനിലായി നിൽക്കുന്നൊരു ഫീലിങ്സ് ആ ഒരു ടൈം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി വരികയാണ് ആ സമയത്ത്. നമുക്ക് ഒറ്റയ്ക്ക് റെസ്പോൺസിബിലിറ്റി വരാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡിന് ജോലി മാറ്റം കിട്ടി ദൂരേക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ ഒറ്റയ്ക്ക്. ബാക്കി അതുവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരാളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കത് ഒരാളുടെ ഹെൽപ്പില്ലാതെ വരുന്ന ഒരവസ്ഥ. ഓവർ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഓവർ തിങ്കും ലോൺലിനെസ്സും ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയുടെ ഒരു എഫക്റ്റും സെപ്പറേഷൻ പാസൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഉറക്കമില്ല, നമ്മൾ കരയുക, കറക്റ്റായിട്ടൊരു ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഒരുപാട് കാർമികമായിട്ടുള്ള ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരും. നമ്മൾ അത്രയ്ക്കധികം ശ്രദ്ധിക്കണം ആ സമയത്ത്. റിയൽ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ ആളുകൾ മാത്രമേ ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ അതിലൊരു ഡിസ്റ്റൻസ് വരിക. കറക്റ്റ് സമയത്താണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മാറ്റം കിട്ടി പോകുന്നതും ആളും ഞാൻ തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് വരുന്നതൊക്കെ. പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലെസൺസ്, ഫൈനാൻഷ്യലി ആ സമയത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഡിസിഷൻസ് വരെ ആ സമയത്ത് ഫൈനാൻഷ്യലി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ലൈഫിൻ്റെ ഡയറക്ഷൻ എന്താണ് ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഇവിടെ ആകെപ്പാടൊരു കാര്യം മനസ്സിലാവും, നമ്മളിങ്ങനെ പൊളിഞ്ഞ് നമ്മളൊന്നുമല്ല എന്നുള്ളൊരു റിയലൈസേഷനിൽ നമ്മൾ അവസാനം എത്തിപ്പെടും. ഈ ഒരു സമയത്ത്
ആണ് നമ്മൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റിയും പേഷ്യൻസും നമുക്ക് സ്റ്റെബിലിറ്റിയും നമുക്ക് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ എന്ത് തിങ്സ് ഉണ്ടെങ്കിലും അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി തരും ശനീശ്വരൻ. ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ പരീക്ഷണത്തിനെ ഞാൻ നേരിട്ടത്, ഞാൻ എത്രയും വേഗം ഞാൻ ആ ഒരു റിയലൈസേഷനിലേക്ക് വന്നു. ട്വിൻ ഫ്ലെയിമിൻ്റെ ആ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നത് അതായത് ട്വിൻ ഫ്ലെയിം വരുന്നു, ജസ്റ്റ് കണക്റ്റഡ് ആവുന്നു, ഓൺലി 1 വീക്കിൻ്റെ ഉള്ളിലാണ് സെപ്പറേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്ക്, ഒരു റെസ്പോൺസും ഇല്ല. കുറേ ലോഡ് കണക്കിന് മെസ്സേജ് അയക്കുക, വിളിക്കുക, അവസാനം ഡിപ്രഷൻ പോലുള്ളൊരു സ്റ്റേജിൽ നിന്നും ഇത് സഡൻ ബ്രേക്ക് ഇട്ട പോലെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ എന്തിനു വേണ്ടി ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യണു, എൻ്റെ ഇപ്പോഴത്തെ ഫാമിലി സ്റ്റാറ്റസ് എന്താണ്, എനിക്ക് എന്താണ് ആകെ പറ്റിയതെന്നുള്ള ഒരു തിങ്കിങ്ങിലേക്കും ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കാനും എന്നോട് തന്നെ സംസാരിക്കാനും എനിക്കിതിങ്ങനെ ആയാൽ പറ്റില്ല എന്നു തീരുമാനിച്ച ആ സഡൻ ബ്രേക്ക് ഇട്ട പോലെയാണ് ഞാനൊരു സ്പിരിച്വൽ പാത്തിലേക്ക് പെട്ടെന്ന് വന്നത്. ആ സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ്, പല സോഷ്യൽ മീഡിയ ചാനലുകളിൽ നിന്നൊക്കെയാണ് ഞാൻ ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചും അതിൻ്റെ ഓരോ ഫേസസിനെ കുറിച്ചും എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. ദെൻ ഐ എം ഗോയിങ് ടു ഇമ്മീഡിയറ്റായിട്ട് ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ക്യാരക്ടറിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുന്നത് എൻ്റെ ഫാമിലീസൊക്കെ എന്നെ ആ സമയത്ത് ഫാമിലി മെമ്പറിലുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഇതെന്താണ് വട്ടാണോ, ഇതെന്താ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കാണിക്കണേ, അത്തരം കാര്യങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടും സാക്രിഫൈസ് ചെയ്തിട്ടൊക്കെയാണ് ഇന്ന് ഈ ഒരു കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേജിൽ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി നമുക്കൊരു ബെനിഫിറ്റ്, നമുക്ക് ശനീശ്വരൻ തരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രോങ് ആവും മെൻ്റലി. നമുക്ക് റിയലായിട്ടുള്ള ഫ്രണ്ട്സ് ആരാണ്, നമുക്ക് റിയലായിട്ടുള്ള പാർട്ട്ണർ ആരാണ്, അത് മാത്രമേ നമ്മുടെ ലൈഫിൽ നിലനിൽക്കുള്ളൂ. നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സമയത്ത് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഭഗവാൻ. നമ്മുടെ ലൈഫിനൊക്കെ മൊത്തത്തിലൊരു ക്ലാരിറ്റി വരും, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഹൈ ആവും. ഈ ശനീശ്വരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഈ സമയത്ത് നമുക്ക് തരുന്നതെല്ലാം ഫിക്സഡ് ആയിരിക്കും. നമ്മൾ എത്ര വേഗം ഭഗവാനിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പറയുന്നത് പോലെ ഡിസിപ്ലിനായി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നമ്മളധികം കരഞ്ഞിരിക്കാണ്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മൾ ഇറങ്ങുന്നോ അതിനനുസരിച്ച് നമ്മൾ ഹീലാവും. ഈ ഏഴര ശനിയുടെ സമയത്ത് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് വെറും 6 മന്ത് ഉണ്ടായുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് എന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഞാൻ ബ്ലോക്ക്ഡ് ആയിരുന്നു. എനിക്ക് റീസൺ പോലും അറിയണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ ബോഡീനെ വരെ അത് എഫക്റ്റ് ചെയ്തു. സോ ഞാൻ ഇമ്മീഡിയറ്റായിട്ട് മെഡിറ്റേഷൻ എനിക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. ബട്ട് എനിക്ക് അറിയുന്നത് പോലെ ഞാൻ ചെയ്തു തുടങ്ങി. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പാറ്റേൺ സ്വീകരിച്ചു. എനിക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെയാണ് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചത്. ഭഗവാൻ ഇനി എനിക്കിതിൽ മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തരോ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ, ഇനി പോയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞാൽ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാൻ, ഹീലാവാനും എല്ലാത്തിൻ്റെ ഉത്തരങ്ങൾ സഡനായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരാനും എന്നെ ഭഗവാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ട്വിൻ ഫ്ലെയിം ജേണിയിൽ ആകെപ്പാടൊരു ഹെൽപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് പൊക്കോളൂ, ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പൊക്കോളൂ. ഞാൻ ഇങ്ങനെ പോയാലും വീക്കിൽ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോഴും കൃഷ്ണനെ പോയി തൊഴും. നമുക്ക് അപ്പം കിട്ടുന്നൊരു ആശ്വാസം, അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് കാണുന്ന പുതിയ പുതിയ വഴികൾ, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 2 ഇയേഴ്സ് ആ ഒരു സഫറിങ്ങിലൂടെ പോയി. ഞാനിപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിൽ കോണ്ടാക്റ്റ് വന്നതിനെ കുറിച്ചിട്ടല്ല കേട്ടോ പറയണം. അപ്പോൾ ഈ 7 ശനിയും ട്വിൻ ഫ്ലെയിം ജേണിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം അതാണ്. ഈ സമയത്ത് ട്വിൻ ഫ്ലെയിം ലൈഫിൽ 7 ശനിയുടെ സമയത്ത് ജീവിതത്തിൽ വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ളൊരു റിസർച്ചിങ്ങൊക്കെ നടത്തിയപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിൽ വരുന്നത് എന്തിനാണ്, നമ്മുടെ ലൈഫ് സ്ട്രോങ് ആക്കാനും നമ്മുടെ ബിൽഡപ്പ് ചെയ്യാനും. അപ്പോൾ കുറച്ച് പേരുടെ അനുഭവങ്ങൾ റെയറായിട്ട് ഞാനിങ്ങനെ കേൾക്കുകയും ചെയ്തു. അവർക്കും ഇങ്ങനെ ഈ സമയത്താണ് ട്വിൻ ഫ്ലെയിം വന്നതെന്നുള്ളത്. 7 ശനിയുടെ സമയത്ത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സോൾ കണക്ഷൻസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ കാർമിക് ആവാം, ട്വിൻ ഫ്ലെയിംസ് തന്നെ ആവണമെന്നില്ല, പല ലെസൺസ് പഠിപ്പിക്കാനും നമുക്ക് പണി തരാനും അങ്ങനെയൊക്കെയാണ് ശനീശ്വരൻ വിടുക. അപ്പോൾ ഈ സമയത്ത് ട്വിൻ ഫ്ലെയിംസ് പോലുള്ള കണക്ഷൻസും നമ്മുടെ ലൈഫിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.
എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശനീശ്വരൻ നമുക്ക് എന്താ ചെയ്യുന്നത്, കാർമികമായിട്ടുള്ള ക്ലിയറൻസ് ട്വിൻ ഫ്ലെയിം ലൈഫിൽ വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഇതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പഴയ പാറ്റേൺസൊക്കെ ബ്രേക്ക് ചെയ്യാനാണ് ശനീശ്വരൻ ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണത്. ഇത് തന്നെയാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നടക്കുന്നത്. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മൾക്ക് ഇമോഷണൽ അവേക്കണിങ് സംഭവിക്കുന്നുണ്ട് ട്വിൻ ഫ്ലെയിംസ് വരുമ്പോഴും. ഈ ശനി 7.5 ശനി ഉള്ളവർക്കാണെങ്കിലും ഈ 7.5 ശനി ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല എന്ന് വെച്ചാലും 7.5 ശനി കഴിഞ്ഞിട്ടുള്ള ആളുകളോടോ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്താണ് കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റ് വരണതും കുറേ ആളുകളുടെ അടുത്ത് നമുക്ക് പണി കിട്ടുന്നതും ആരാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഒരുപാട് പേര് എക്സ്പീരിയൻസ് പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇന്നർ ഹീലിംഗ് നടക്കും, നമ്മുടെ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ സംഭവിക്കുന്നു, നമുക്കൊരു ഡീപ്പ് കണക്ഷൻ അട്രാക്റ്റ് ചെയ്യും ഈ സമയത്ത്, ഈ ശനിദശയുടെ സമയത്ത്. നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ടാണ് അത്തരം ആളുകൾ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇത് എനിക്ക് ഈ ഒരു റിയലൈസേഷൻ ഞാൻ എത്തിയത് എൻ്റെ സെപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയിലേക്ക് DM വന്നിരുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യം ഞാനൊരു ചാനലിലാണ് ഇങ്ങനെ കേട്ടത്. പിന്നെ അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ചൊരു എൻക്വയറി തന്നെ നടത്തി നോക്കി. ദെൻ ഐ ആം ഡിസൈഡിങ്. എനിക്ക് ആ ഒരു കാര്യം ക്ലിയറായിട്ട് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ആളും എൻ്റെ ലൈഫിലേക്ക് എൻ്റർ ആയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, എൻ്റേതായിട്ടുള്ള വ്യക്തിത്വം എന്താണ്, എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ശനീശ്വരൻ ഈ 7.5 ശനിയിലൂടെ എനിക്ക് എൻ്റെ DMനെ കൊണ്ടുവന്ന് തന്ന് എനിക്കത് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. ഇതിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറഞ്ഞത്. വരുന്നവരെല്ലാവരും ട്വിൻ ഫ്ലെയിംസ് അല്ല. ഞാൻ എടുത്ത് പറയുകയാണ്, പലരും കാർമികമായിട്ടുള്ള ആളുകൾ വരും പല ലെസൺസും നമ്മളെ പഠിപ്പിക്കാനായിട്ട്. ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റം, നമുക്കൊരു ലൈഫ് പർപ്പസിൽ നമ്മൾ എത്തിപ്പെടും, നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഗ്രോത്ത് വരും, ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര ഫെമിലിയാരിറ്റി ഒക്കെ ഫീൽ ചെയ്യും. ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അതിലൊരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും, നമുക്ക് പല ട്രിഗേഴ്സൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഗ്രോത്ത് ആവും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. നമ്മുടെ ലൈഫിൻ്റെ ഡയറക്ഷൻ തന്നെ ചേഞ്ച് ആവും. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, പല സിങ്ക്രോണിസിറ്റീസും കാണും ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 7.5 ശനിയുടെ സമയത്ത് ഇൻറ്റൻസ് ആയിട്ടുള്ള സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം പോലുള്ള കണക്ഷൻസൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയുന്നു. ട്വിൻ ഫ്ലെയിം ആണെന്ന് നമ്മൾ ഉറപ്പിച്ചതിൻ്റെ പിന്നൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിട്ടുള്ള ഗ്രോത്താണ്. പിന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു മിറർ എഫക്റ്റ്, അതുപോലെ തന്നെ അതായത് മൈൻഡ് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനൊരു പുള്ളിങ് വരുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലൈഫ് പർപ്പസ് ആക്ടിവേഷൻ, അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയി ഞാൻ. അതുപോലെ എനിക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചു എന്ന് എനിക്ക് റിയാലിറ്റി മനസ്സിലായി, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ എനിക്കുണ്ടായി. പക്ഷെ ഒരു കാർമിക്കാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതല്ല സംഭവിക്കുക. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ സിറ്റുവേഷൻ റിപ്പീറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവും, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവും, നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷനിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു പെയിൻ ആണെങ്കിലും പെയിൻ പ്ലസ് ഗ്രോത്ത് പ്ലസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഇവല്യൂഷൻ എന്ന് പറയാം. പക്ഷെ കാർമിക്കാണെങ്കിലോ പെയിൻ ദെൻ റിപ്പീറ്റ് പെയിൻ, പിന്നെ നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആവും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്.